ശരത്, ശ്വേതാ മേനോനെ സംബന്ധിക്കുന്ന ഏറ്റവും എക്സ്ക്ലൂസീവായ ഒരു വാർത്ത വന്നിരിക്കുകയാണ്. ശ്വേതാ മേനോൻ പോൺ സിനിമകളിൽ അഭിനയിക്കുന്നുവെന്നും ലൈംഗിക വൈകൃതം ഉള്ള സിനിമാ സീനുകളിൽ അഭിനയിക്കുന്നുവെന്നും ഒക്കെ ആരോപിച്ചുകൊണ്ട് മാർട്ടിൻ വേനാച്ചേരി എന്ന് പറയുന്ന ഒരാൾ പരാതി കൊടുത്തിരിക്കുന്നു. അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ് ന്യൂസ് പേപ്പർ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ. അദ്ദേഹം കൊടുത്തിട്ടുള്ള പരാതിയിൽ അദ്ദേഹം കുറച്ചധികം യൂട്യൂബ് ചാനലുകളുടെയും വെബ്സൈറ്റുകളുടെയും ഒക്കെ ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ട് ശ്വേതാ മേനോൻ എന്ന് പറയുന്ന നടിക്കെതിരായാണ് പരാതി. മാത്രമല്ല ഇവർ നിരവധി ഇത്തരത്തിലുള്ള കോണ്ടന്റുകൾ ചെയ്യുന്നു, അതിൽ അഭിമാനം കൊള്ളുന്ന സ്ത്രീയാണ് എന്ന് പറയുന്ന ഇതാണുള്ളത്. ഞാൻ ആ പരാതി വായിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം അതിനകത്ത് എനിക്ക് വളരെ വാലിഡായിട്ട് തോന്നിയൊരു പോയിന്റ്, മൈനറായ കുട്ടികളുടെ കൂടി ചിത്രങ്ങൾ ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നൊരു അലിഗേഷൻ ഉണ്ട്. അത് പോലീസ് അന്വേഷണത്തിൽ മാത്രമേ തെളിയുള്ളൂ. അത് മാത്രമാണ് എനിക്ക് ഈ വിഷയത്തിൽ ശ്വേതാ മേനോൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റായി തോന്നുന്നുള്ളൂ. അല്ലാതെ ഒരു ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സ്ത്രീക്ക് ശ്വേതാ മേനോൻ കഴിഞ്ഞ ദിവസം കൊടുത്ത ഇന്റർവ്യൂവിൽ അടക്കം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു ആക്ഷനും കട്ടിനും ഇടയ്ക്കാണ് എൻ്റെ സിനിമയുടെ അഭിനയം. അതിനെ ഒരു പ്രൊഫഷനായിട്ടാണ് ഞാൻ കാണുന്നത്. ആ പ്രൊഫഷണൽ ഡയറക്ടർ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്നുള്ളതാണ്. മാർട്ടിൻ വേനാച്ചേരി ഈ കൊടുത്തിട്ടുള്ള പരാതിയിൽ ഈ കളിമണ്ണടക്കമുള്ള ബ്ലസ്സി സിനിമകളിൽ ഇവർ ലൈംഗിക വൈകൃതം കാണിച്ചിട്ടുള്ള സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ള ആരോപണമൊക്കെ വരുന്നുണ്ട്. കളിമണ്ണ് ഞാനും കണ്ട സിനിമയാണ്. അതിൽ സത്യത്തിൽ ശ്വേതാ മേനോൻ എന്ന് പറഞ്ഞൊരു നടിയെടുത്ത ഒരു വലിയ കറേജ് ആയിരുന്നു കളിമണ്ണ് പോലുള്ള സിനിമയിൽ സ്വന്തം പ്രസവരംഗം ചിത്രീകരിക്കാൻ. പ്രസവം എന്ന് പറയുന്നത് സെക്ഷൽ ആയിട്ടുള്ള ഒരു കണ്ണോടുകൂടി കാണേണ്ടതല്ല എന്നുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കളിമണ്ണ് സിനിമയിലെ ശ്വേതാ മേനോൻ ആ സമയത്ത് ചെയ്തത്. എനിക്ക് 13 വർഷത്തിന് ശേഷം ഇവിടെ ദിയാകൃഷ്ണ ചെയ്തപ്പോൾ അതിന് കൈയടിച്ചതും അന്ന് ചെയ്തപ്പോൾ അത് ലൈംഗിക വൈകൃതവും ഇപ്പോൾ അത് കാലം മാറി. അതാണ് ക്രെഡിറ്റ് കൊടുക്കണം. മാത്രമല്ല നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്, കാലം മാറി. മാത്രമല്ല ഇപ്പം ശ്വേതാ മേനോന് ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്തുകൊണ്ട് ഈ ഒരു പരാതി വന്നതിന്റെ പിന്നിൽ എന്തായാലും ഗൂഢലക്ഷ്യമുണ്ട്. പ്രത്യേകിച്ച് അവർ അമ്മ സംഘടനയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. ജഗദീഷ് പിന്മാറിയതോടെ ശ്വേതാ മേനോന്റെ പേര് ഇപ്പോൾ ഉറച്ച മട്ടാണ്. ആ സമയത്ത് തന്നെയാണ് ഈ ഒരു ആരോപണം പറഞ്ഞത്. ഇത്രയും കാലം നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇതിനേക്കാളും അവർ ഈ ഒരു നേരത്തെ ഈ പറഞ്ഞ പരാതികളെല്ലാം പറഞ്ഞ വീഡിയോകളെല്ലാം തന്നെ വർഷങ്ങൾക്ക് മുൻപുള്ളതാണ്. ഇപ്പോഴാണ് ഇവരെ പോലുള്ളവർക്ക് നമ്മൾ ഇവിടെയാണ് നമ്മൾ ഇതിനകത്ത് നിയമത്തെ വെച്ച് കളിക്കുന്ന തരം താഴ്ന്ന കളികൾ എന്നേ പറയാനുള്ളൂ. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ തന്നെ ഈ ശ്വേതാ മേനോൻ ഇപ്പം നേരത്തെ പറയും, ഞാൻ ഒരിടത്തും കണ്ടിട്ടോ കേട്ടിട്ടോ അല്ലെങ്കിൽ ശ്വേതാ മേനോൻ പറഞ്ഞിട്ടില്ല ഇന്ത്യ എന്ന മഹാരാജ്യം നിരോധിച്ച പോൺ സൈറ്റുകളിലൊന്നും അവരുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ അവരുടെ വീഡിയോകളോ ഒന്നുമില്ല. എല്ലാം തന്നെ ഇവിടെ അംഗീകരിച്ചിട്ടുള്ള, അതായത് ഇവിടുത്തെ മന്ത്രാലയങ്ങൾ അംഗീകരിച്ചിട്ടുള്ള സാറ്റലൈറ്റ് ചാനലുകളിലൂടെയും അല്ലെങ്കിൽ ഇവിടുത്തെ പരസ്യങ്ങളിലെ യൂട്യൂബിലൂടെയൊക്കെയാണ് അവരുടെ വീഡിയോ ഉള്ളത്. അത് 18+ അല്ല അത് കാണിക്കുന്നത്. 18+ ആണെങ്കിൽ അതിൽ മറ്റേ പാലേരി മാണിക്യത്തിലെ ചിത്രത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കതിനകത്ത് ആ ക്യാരക്ടർ എങ്ങനെയാണ്, ആ ക്യാരക്ടർ ഡിസേർവ് ചെയ്യുന്ന അതിനു വേണ്ടിയിട്ടുള്ള അഭിനയമാണ് രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ ശ്വേതയെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അത് ശ്വേത എന്ന് പറയുന്ന നടി അതിനെ ക്യാരി ചെയ്യുന്നു, അവരത് ചെയ്തു ആർട്ടിക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ വേണ്ടിയാണല്ലോ അഭിനേതാക്കളുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള അലിഗേഷൻ ഇല്ല. പക്ഷേ അതിനകത്ത് മൈനറായ കുട്ടികളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. മൈനറായ പെൺകുട്ടികളുടെ പേര് പറഞ്ഞാൽ പെട്ടെന്ന് കേസെടുക്കും. ഇത് പോക്സോ കേസിന്റെ പരിധിയിൽ വരുന്ന കാര്യമായതുകൊണ്ട് തന്നെ ശ്വേതയ്ക്കെതിരെ പോലീസ് പെട്ടെന്ന് ഒരു ക്വിക്ക് ആക്ഷൻ എടുക്കാനുള്ള സാധ്യതകൾ. അതിനകത്ത് നിയമവശം നോക്കുകയാണെങ്കിൽ നമുക്ക് പല രീതിയിൽ എനിക്കൊന്ന് വളച്ചൊടിക്കാൻ തോന്നുന്നു. കാരണം ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ കേസ് എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ ചിലപ്പോൾ നേരത്തെ ഇതിനകത്ത് FIR എനിക്ക് തോന്നുന്നു കാണിച്ചിട്ടുണ്ട്, അതിനകത്ത് വയർ കാണിച്ചു, അത് കാണിച്ചു എന്ന് പറഞ്ഞു. ഈ കാണിക്കുന്ന ഇതിന്റെ കൂട്ടത്തിൽ ഒരു കുട്ടി അപ്പുറത്ത് ചിലപ്പോൾ ഉണ്ടായിരിക്കും. അത് പക്ഷേ മനഃപൂർവ്വം ചിലപ്പോൾ ആ സീനേ ആയിരിക്കില്ല. ഇത് ഒരു ഇന്റിമേറ്റ് സീനോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സീനേ ചിലപ്പോൾ ആയിരിക്കില്ല. പക്ഷെ കേസ് വരുമ്പോൾ അദ്ദേഹത്തിനെ അറിയില്ല. പക്ഷെ ഞാൻ പൊതുവിൽ ഈ സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള വീഡിയോസ് തലയിൽ തുണിയിട്ട് പോയി കാണുന്ന ഒരുപാട് ആളുകൾ, വിദേശത്തുള്ള പോൺ സൈറ്റുകളിൽ കയറി വീഡിയോസ് കാണുന്ന നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. മാത്രമല്ല ഇതൊക്കെ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിനായിക്കോട്ടെ യൂട്യൂബിനായിക്കോട്ടെ സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് അവർക്ക് പെയ്ഡ് ആണെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് അവർ ഇടുന്ന എക്സ്ക്ലൂസീവ് വീഡിയോസ് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. മലയാളത്തിലെ സാധാരണക്കാരി നടിയായ ശൃംദ മുതലുള്ള എല്ലാവർക്കും അങ്ങനത്തെ നിങ്ങൾക്ക് പെയ്ഡ് ആണെങ്കിൽ അവരുടെ എക്സ്ക്ലൂസീവ് വീഡിയോസ് കാണാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. അത് പെയ്ഡായിട്ട് ഇവിടെ ആളുകൾ പേയ്മെന്റ് കൊടുത്ത് കാണുന്നുണ്ട്. അതിലെന്താണ് ഈ പ്രശ്നം ഇരിക്കുന്നത്? ശരത്ത് പറഞ്ഞ വളരെ വാലിഡായ പോയിന്റ്, ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ത്രീയാകുന്ന ഘട്ടത്തിലുള്ളൊരു ആരോപണമോ സാന്ദ്ര തോമസ് വിഷയം വന്നപ്പോൾ തന്നെ സംസാരിച്ചാണ്. നമ്മൾ കുറച്ച് നേരത്തെ മണിക്കൂറുകൾക്ക് മുമ്പ് പറയുകയാണ്, ഒരു സ്ത്രീ വരുമ്പോൾ ഉണ്ടാകുന്ന സകല ഇതും മാറുന്ന ഒരു പ്രശ്നമാണ്. ഇവിടെ ഉള്ളൊരു മേൽക്കോയ്മ അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുമെന്നുള്ള പേടി, എല്ലാത്തിനും ഉപരി സ്ത്രീ വന്നു കഴിഞ്ഞാൽ ഇതുണ്ടാവും, നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയൊക്കെയാണ് ഈ ഒരു കാരണത്തിനാണെന്ന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ
ഈ ഒരു വിഷയം എത്രത്തോളം നമുക്കറിയാം. ഇത് നിയമവശം ഇത് വരുമ്പോൾ തള്ളിപ്പോകുന്ന കേസ്, കോടതിയിൽ അടക്കം തള്ളിപ്പോകുന്ന വിഷയം തന്നെയാണ്. അലിഗേഷൻ ഉണ്ടാകും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മാനനഷ്ടം കൂടി എന്ന് വേണമെങ്കിൽ പറയാം. ഇവർ ഇതൊക്കെ ജനങ്ങൾ മറന്നു. ഇപ്പൊ ശ്വേതാ മേനോന്റെ ഇമോജി അങ്ങനെയല്ല. പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു ആ സിനിമ ജയഭാരതിയും ശ്വേതാ മേനോനും ഒക്കെ അഭിനയിച്ച സിനിമയൊക്കെ അങ്ങനെയല്ല കാണുന്ന ആൾക്കാർ. അല്ല, അത് മാത്രമല്ല, ഇനി പോട്ടെ അവരൊരു പോൺ സ്റ്റാർ ആണെന്ന് തന്നെ വിചാരിക്കൂ, അത് അവർക്ക് ചെയ്തുകൂടെ എന്നാണ് ചോദിക്കാനുള്ളത്. അത് ആസ്വദിക്കുന്ന ഒരു ലോകം ഇവിടെ ഇല്ലേ? അല്ലെങ്കിൽ അത് അവർക്ക് ചെയ്യാൻ, അവരൊരു അഡൽട്ട് അല്ലേ, അവർക്കത് ചെയ്തുകൂടെ? അത് ഈ നാട്ടിൽ അംഗീകരിക്കുന്നില്ലേ? ഇവിടെ എ സർട്ടിഫിക്കേഷനും അല്ലാത്ത സർട്ടിഫിക്കേഷനും കൊടുക്കാൻ ഇവിടെ അവരെ ഇന്റർവ്യൂലോ ഇതിനകത്ത് പറഞ്ഞ അവരുടെ സൗന്ദര്യം അല്ലെങ്കിൽ അവരുടെ ശരീരം അവർ ആസ്വദിക്കുന്നുണ്ട്, അത് പ്രദർശിപ്പിക്കാൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ സൂര്യക്ക് സിക്സ് പാക്ക് കാണിക്കാം, സൽമാൻ ഖാൻ സിക്സ് പാക്ക് കാണിക്കാം, അവരൊക്കെ തുണിയും. അപ്പോൾ എന്തുകൊണ്ട് ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് അവരുടേതായ സ്വാതന്ത്ര്യത്തിൽ അവര് അതും പരിമിതികളോട് അവർ നമ്മൾ പൂർണ്ണമായിട്ടും മറ്റേ ഈ എക്സ്പോയിട്ടെല്ലാം കാണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സൗന്ദര്യ സങ്കല്പങ്ങളുടെ ഭാഗം തന്നെയാണ്. പോലെയുള്ള പ്ലേ ബോയ് മോഡലുകൾ ധാരാളമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും ഈ സോഷ്യൽ മീഡിയ അക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് ശ്വേതാ മേനോൻ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ടാർഗറ്റ് ആയിട്ടുള്ളതുകൊണ്ടാണ്, അതുകൊണ്ടായിരിക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാലും വരുന്ന അടുത്ത മണിക്കൂറിൽ ഒരു വ്യക്തമായ ചിത്രം കിട്ടും. അത് നമുക്ക് വരുന്ന വഴിയെ കാണാം.